ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം ഒന്നാണ്, ഒരേ ആത്മാവിന്റെ ബഹിർസ്ഫുരണങ്ങളാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് KYS ആണ്. ആണ് നോ യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് അറിയുക, എന്നെക്കുറിച്ച് അറിയുക. അടിമത്തവും അതിൽ നിന്നുള്ള മോചനവും, അടിമത്ത ചങ്ങലകൾ നിങ്ങൾ തിരിച്ചറിയണം, അത് പൊട്ടിച്ചെറിയണം. അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ വിഷയം അടിമത്തവും അടിമത്ത ചങ്ങലകളുമാണ്. അടിമത്തത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, അത് സൃഷ്ടിക്കുന്ന ചങ്ങലകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം. എങ്ങനെയാണ് ഈ ചങ്ങലകൾ നമ്മുടെ കഴുത്തിൽ നുകം പോലെ, കാളയുടെ കഴുത്തിൽ നുകം വെക്കുന്നത് പോലെ ഈ അടിമത്ത ചങ്ങലകൾ എങ്ങനെയാണ് നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഇവിടെ വീട് കിട്ടുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 10 കുടുംബങ്ങൾ ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് യാതൊരു തരത്തിലെ വാശി, വൈരാഗ്യം, വിഭാഗീയത ഉണ്ടാകരുത്. ആദ്യം നിങ്ങൾ KYC കേട്ട് കാണും, നോ യുവർ കസ്റ്റമർ. ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ളവർ അറിയാം, KYCക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വിളിക്കും. നോ യുവർ കസ്റ്റമർ, നിങ്ങളുടെ ആധാർ കാർഡോ പാസ്പോർട്ടോ ഒക്കെ തരാൻ പറഞ്ഞുകൊണ്ട്. ഞാനിവിടെ പറയുന്നത് KYS ആണ്, നോ യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് അറിയുക, എന്നെക്കുറിച്ച് അറിയുക. മനുഷ്യൻ എന്ന് പറയുന്നത് 3 ഘടകങ്ങളാണ്. ഒന്ന് ആത്മാവ്, മനസ്സ്, ശരീരം. ശരിയല്ലേ? ഈ ആത്മാവ് എന്താണ്? അദ്വൈത സിദ്ധാന്ത പ്രകാരം ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും അടിസ്ഥാനമായ അദ്വൈത സിദ്ധാന്തം. ദ്വയം എന്ന് വെച്ചാൽ 2, അദ്വയം എന്ന് വെച്ചാൽ 2 അല്ല, ഒന്നാണ്. അവസാന ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു, ആ ആത്മാവിലേക്ക് തിരികെ പോകുന്നു. ക്രിസ്ത്യൻ, ഇസ്ലാമിക് വിശ്വാസപ്രകാരം മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് ദൈവം അവൻ്റെ തന്നെ നഫ്സ്, വനഫിക ഫീഹി മിൻ റൂഹിഹി, അവൻ്റെ തന്നെ നഫ്സിൽ നിന്നും അങ്ങോട്ട് ഊതിയെന്നാണ് ക്രിസ്ത്യൻ ഇസ്ലാമിക് വിശ്വാസപ്രകാരം. ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂലക്കല്ല് എന്ന് പറയുന്നത് സമർപ്പണമാണ്. സമർപ്പണം, ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങൾ ആഹാരം കഴിക്കുന്നു, സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിനെ നോക്കുന്നു, നിങ്ങൾ സമർപ്പിക്കുകയാണ്, ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണത്തിൻ്റെ അറബിക് വാക്ക് എത്ര പേർക്കറിയാം? ഞാൻ പല വേദികളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, പലർക്കും അറിയാം, പക്ഷേ ഓർമ്മ വരില്ല. ഈ സമർപ്പണം എന്ന വാക്കിൻ്റെ അറബിക് വാക്കാണ് ഇസ്ലാം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയും ന്യൂസ് പേപ്പറുകളും തുറന്നു കഴിഞ്ഞാൽ എവിടെയും വിഭാഗീയതയാണ്. എവിടെയാണ് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള സമർപ്പണമാണ് ഇസ്ലാം? വിശ്വസിച്ചവനെയാണ് സമർപ്പിച്ചവൻ, മുസ്ലിം. സമർപ്പിച്ചവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുന്നത്. അതൊരു വിഭാഗത്തിൻ്റെ അല്ല. ദൈവത്തിന് സമർപ്പിക്കുന്നവൻ ആരാണോ അവൻ മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറയുന്ന അറബിക് വാക്കാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനിയുടെ ഗോഡാകുന്നില്ല, ദൈവത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ്. ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരമുള്ള ഏറ്റവും അടിസ്ഥാന ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്യൂരിഫിക്കേഷനാണ്. ആദ്യത്തെ സമർപ്പണം തന്നെയാണ്, ദൈവത്തിന് സമർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരമുള്ള ഏറ്റവും ഘടകം പ്യൂരിഫിക്കേഷൻ്റെ അറബിക് വാക്ക് എന്താണ്? സക്ക. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായി. ഒന്ന് സമർപ്പണം, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു. രണ്ടാമത്തത് സമർപ്പണം, രണ്ടാമത് പ്യൂരിഫിക്കേഷൻ, സക്ക. മൂന്നാമത്തത് ദൈവത്തിന് ആരാധനാ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. 5 നേരം നമസ്കരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു. ഇതെല്ലാ മതവിശ്വാസങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അടുത്തത് നോമ്പ് നോക്കുക, ഏത് മതത്തിലാണ് ഇല്ലാത്തത്? തീർത്ഥയാത്ര പോവുക, ഏത് മതത്തിലാണ് ഇല്ലാത്തത്? ഇതാണ് ഇസ്ലാമിൻ്റെ 5 പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ. ഇത് തന്നെയല്ലേ എല്ലാ മതത്തിൻ്റെയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആത്മാവാണ് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നവരെല്ലാം ഒരു ആത്മാവിൻ്റെ പ്രതിഫലനങ്ങളാണ്, അല്ലെങ്കിൽ ബഹിർസ്ഫുരണങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങളും ഞാനും ഒക്കെ ഒരേ ആത്മാവാണ്. എന്നൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരേ ആത്മാവാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ചെറിയ കഥ പറഞ്ഞുതരാം. വെറും 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ, 6 മാസം, നിങ്ങൾക്കറിയാം 6 മാസമുള്ള കുഞ്ഞുങ്ങൾ എന്തായിരിക്കും ചെയ്യുക? മലന്ന് കിടക്കും, കയ്യും കാലും ഒടിക്കും, ചിലപ്പോൾ കവന്ന് കിടക്കും. അവരൊന്നും കണ്ടിട്ടില്ല. അമ്മയുടെയും അപ്പൻ്റെയും മുഖമോ അല്ലെങ്കിൽ അടുത്ത് വരുന്നവരുടെ മുഖങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ നിരത്തി കിടത്തി ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയതാണ്. മോണിറ്റർ വെച്ചിട്ടുണ്ട്. ഈ മോണിറ്ററിൽ സൂര്യൻ ഉദിച്ചു വരുന്നു, ഒരു പർവ്വതത്തെ കാണാം. കാർട്ടൂൺ ഫിഗറാണ് പർവ്വതം. സൂര്യൻ ഉദിക്കുന്നു, ഒരു കാർട്ടൂൺ ഫിഗർ, ഒരാൾ വന്നിട്ട് ഒരു കല്ല് ഇതിലേക്ക് തള്ളിക്കയറ്റുകയാണ്. സൂര്യൻ കിടക്കുന്നു, ഇയാൾ പരിക്ഷീണനാകുന്നു. വേറൊരാൾ വന്ന് എന്നെ സഹായിക്കുകയാണ്. 2, 3, 4, 5 പേര് വന്ന് സഹായിച്ച് ഈ പാറക്കല്ല് തള്ളിക്കയറ്റുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഭാവം, നെഞ്ചിടിപ്പ്, ശ്വാസോച്ഛ്വാസം, കൈകാലുകളുടെ അനക്കം എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4-5 പേര് വന്ന് ഒരുമിച്ച് ഇത് തള്ളി മേളിലോട്ട് എത്തിയപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചിരി വന്നു, കൈകാലിട്ട് അടിക്കാൻ തുടങ്ങി, ശ്വാസോച്ഛ്വാസം മെച്ചപ്പെട്ടു. ഏറ്റവും മേളിലെത്തിയപ്പോൾ മേളിൽ നിന്ന് ഒരാൾ വന്ന് താഴോട്ട് തള്ളാൻ തുടങ്ങി.
താഴെ നിന്ന് ഓരോരുത്തരായി മാറാൻ തുടങ്ങി. അവസാനം ഇയാൾ ഒറ്റയ്ക്കായി കല്ല് താഴോട്ട് വന്നപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ആകാംക്ഷ, ഭയം, നെഞ്ചെടുപ്പ് കൂടി, ശ്വാസോച്ഛ്വാസം കൂടി. വെറും 6 മാസമുള്ള കുഞ്ഞുങ്ങൾ പർവ്വതം കണ്ടിട്ടില്ല, മനുഷ്യരെ കണ്ടിട്ടില്ല, കാർട്ടൂൺ കണ്ടിട്ടില്ല, TV മോണിറ്റർ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ മനസ്സിലായി തെറ്റും ശരിയും? എല്ലാവരും ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി? അവിടെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷേ LKG ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം കളിക്കുന്നത് എന്താണ്? കസേര കളി. 10 പേര് നിൽക്കും, 8 കസേര കാണും. അവസാനത്തെ കസേര പിടിച്ചു പറിക്കാനായിട്ടുള്ള കളി. അവിടെ തുടങ്ങുന്നു മനുഷ്യൻ്റെ മനസ്സിനെ നശിപ്പിക്കുന്നത്. എങ്ങനെയും കസേര പിടിച്ച് വാങ്ങിക്കുക, എന്നാൽ ആ കസേര സഹോദരന് കൊടുക്കുക, തൻ്റെ പോലെ ആത്മാവുള്ള ആൾക്ക് കൊടുക്കുക, അതല്ല. ഇനി ശരീരം, മനസ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സ്, വികാരങ്ങൾ അല്ലേ? അസൂയ, പക, വിദ്വേഷം, കാമം, ക്രോധം, സന്തോഷം, സ്നേഹം, വിട്ടുവീഴ്ച, എമ്പതി, സിമ്പതി, ആൾട്രൂയിസം, എന്തെല്ലാം തരം വികാരങ്ങളാണുള്ളത്. നമ്മളെല്ലാവരുടെയും വികാരം ഒന്നല്ലേ? വിശക്കുമ്പോൾ നമുക്കെല്ലാം ഒരുപോലെയല്ലേ വിശക്കുന്നത്? ദേഷ്യം വരുമ്പോൾ ഒരുപോലെയല്ലേ ദേഷ്യം വരുന്നത്? ഒരേ സാഹചര്യത്തിൽ ഒരുപോലെയുള്ള വികാരങ്ങളല്ലേ നമുക്കുണ്ടാകുന്നത്? ഇനി ശരീരത്തെക്കുറിച്ച് നോക്കൂ. കാലിൽ മുള്ളുകൊണ്ട് ആർക്കാ വേദന എടുക്കാത്തത്? ആഹാരം കിട്ടിയെങ്കിൽ ആർക്കാ വിശക്കാത്തത്? ആർക്കാണിത് ഈ വികാരങ്ങൾ, ഈ വിഷമങ്ങളും ഇല്ലാത്തത്? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം ഒന്നാണ്, ഒരേ ആത്മാവിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. പിന്നെ എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് നമ്മളെല്ലാം വിഭാഗീയതയിൽപ്പെട്ട് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നു? അതിനുള്ള കാരണങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അടിമത്തം നമ്മൾ കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, 1960-കളിൽ, ശ്രദ്ധിക്കുക, 1960-കളിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, ഹൃദയരോഗ വിദഗ്ധന്മാരുടെ അസോസിയേഷനാണ് 1960-ൽ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ എന്ന് പറയുന്ന കമ്പനി $1 മില്യൺ, അന്നത്തെ $1 മില്യൺ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ ആയിരിക്കും, $1 മില്യൺ അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് നിങ്ങൾ വെജിറ്റബിൾ ഓയിലേ കഴിക്കാവുള്ളൂ, കോക്കനട്ട് ഓയിലും മൃഗങ്ങളുടെ കൊഴുപ്പും ഉപയോഗിക്കരുത് എന്ന് പാസ്സാക്കി. കാരണം എന്താ? പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ വേസ്റ്റ് ഓയിലായിരുന്ന പരുത്തി ഓയിലിൽ നിന്നും പരുത്തിക്കുരുവിൻ്റെ ഓയിൽ, ലൂബ്രിക്കൻ്റ് ഓയിലിൽ ചില മാറ്റങ്ങൾ വരുത്തി മനുഷ്യന് പാചകത്തിനാക്കി കൊണ്ടുവന്നു. ഇന്ന് പെറ്റുവരുന്ന ക്യാൻസർ അവിടെ തുടങ്ങുന്ന അതുപോലെയുള്ള അടിമത്തങ്ങളാണ്. ആരാണ് നമ്മൾ അടിമകളാക്കിയിരിക്കുന്നതിലേക്ക് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ 1975 മോൺസാൻഡോ എന്ന് പറയുന്ന കമ്പനി ഗ്ലൈഫോസൈറ്റ് എന്ന് പറയുന്ന കെമിക്കൽ കീടനാശിനി കണ്ടുപിടിച്ചു. 1977 അവർക്ക് പേറ്റന്റ് കിട്ടി. 1980-കളിൽ വ്യാപകമായി കൃഷിക്കത് ഉപയോഗിക്കാൻ തുടങ്ങി. 1980-കളിൽ അമേരിക്കയിൽ 5000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ വെറും 50 പേർക്കായിരുന്നു മാനസിക ശാരീരിക വൈകല്യങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5000 പേര് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 500 10 ഇരട്ടി. 1919 അമേരിക്കയിലെ എല്ലാ പട്ടണങ്ങളിലും ഓരോ ബിൽബോർഡ് പരസ്യപ്പലക പൊങ്ങുണ്ടായി. സ്ത്രീകൾ അടിച്ച് ആകാശത്തോട്ട് പൊട്ടിച്ചിരിച്ച് ആർത്ത് വിളിക്കുകയാണ്. അവരുടെ കയ്യിലൊക്കെ സിഗരറ്റ് ഉണ്ട്. അതിനടിയിൽ എഴുതിയിരിക്കുന്ന, സ്ത്രീകളെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? അവിടെ തുടങ്ങുന്നു നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ ഹൈജാക്ക് ചെയ്യാൻ, കൊള്ളയടിക്കാൻ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ് നിങ്ങളല്ല നിയന്ത്രിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കണം. തവിടിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? തവിടെണ്ണയെക്കുറിച്ച് പലരും വന്നിട്ട് അടുത്ത് ചോദിക്കാറുണ്ട്, ഡോക്ടറെ തവിടെണ്ണ നല്ലതാണോ? ഞാൻ ചോദിച്ചു, എവിടുന്നായി തവിടെണ്ണ വരുന്നത്? നമ്മൾ കഴിക്കുന്ന അരിയാഹാരത്തിലെ തവിട് പൂർണ്ണമായും മാറ്റി ഈ തവിടെണ്ണയിൽ നിന്നാണ് തലച്ചോറിനെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കുക, ഞാനും നിങ്ങളും കഴിക്കേണ്ട തവിട് ചേർന്ന അരിയുടെ തവിട് മാറ്റിയതിന് ശേഷം ആ തവിടിൽ നിന്നും തവിടെണ്ണ ഉണ്ടാക്കി, അതിൽ നിന്നും മരുന്നുണ്ടാക്കി, ഈ തവിട് കഴിക്കാത്തത് മൂലം നിങ്ങൾക്കുണ്ടാകുന്ന തലച്ചോറിൻ്റെ തകരാറിന് മരുന്ന് കണ്ടുപിടിക്കുന്നു. $1 ബില്യൺ. ഞങ്ങൾ പല പ്രാവശ്യം RTA വെച്ചു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഞങ്ങൾ പല പ്രാവശ്യം ചോദ്യം ചെയ്തു, എന്തിനാണ് നിങ്ങൾ തവിട് മാറ്റുന്നത്? ജനങ്ങൾക്ക് തവിടുള്ള അരി വേണ്ടേ കൊടുക്കാൻ? ഈ തവിട് മാറിക്കഴിഞ്ഞാൽ അത് വെറും പഞ്ചസാരയാണ്. ക്യാൻസർ, മനോരോഗങ്ങൾ, എല്ലാ രോഗങ്ങളുടെയും ആവിർഭാവം. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായി, നിങ്ങൾ സർക്കാർ ആശുപത്രിയിലോ ഏത് മേജർ ആശുപത്രിയിലോ ചെന്നാൽ അവിടെ രക്തം കാണില്ല, ഹോൾ ബ്ലഡ് ഇല്ല. ഒരാൾ രക്തം വാർന്നു വരുന്ന ഒരാൾക്ക് ഹോൾ ബ്ലഡ് മുഴുവനായിട്ടുള്ള ബ്ലഡ് വേണം കൊടുക്കാൻ. ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഹോൾ ബ്ലഡ് ഇല്ല. പകരം വേർതിരിച്ചെടുത്ത് റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നതിൻ്റെ കോൺസെൻട്രേറ്റ് മാത്രമേ ഉള്ളൂ. ഈ പ്ലാസ്മ എവിടെ പോകുന്നു? $1 ബില്യൺ ബിസിനസ്. പ്ലാസ്മ ബ്ലാക്കിൽ പോവുകയാണ്. പ്ലാസ്മയിൽ നിന്ന് ലക്ഷങ്ങൾ കോടികൾ വിലപിടിപ്പുള്ള പ്രോട്ടീനുകൾ വേർതിരിച്ചെടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് അടുത്ത കാലം ഈ ആഴ്ച വന്ന പുതിയ നിയമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 50 രൂപ ഹരിത സേനയ്ക്ക് 50 രൂപ കൂട്ടി. നമ്മുടെ കേരളത്തിൽ 360 ലക്ഷം ജനങ്ങളാണുള്ളത്.
4 പേരെ വെച്ചെടുക്കുക ഒരു കുടുംബത്തിൽ. 360 ÷ 4 90 ലക്ഷം. 50 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ നിന്ന് പിരിച്ചാൽ 43 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ മാസവും 43 കോടി രൂപയാണ് ഈ സർക്കാർ ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത്. മാസം നിങ്ങളിൽ നിന്ന് ഓരോ കുടുംബത്തിൽ നിന്ന് പിരിച്ചപ്പോൾ സർക്കാർ കൊള്ളയടിക്കുന്നത് 43 കോടി രൂപ. ഒരു വർഷം മുമ്പ് അതേപോലെ 50 രൂപ അവർ പിരിക്കാൻ തുടങ്ങി, ഹരിതസേന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 43 84 86 കോടി രൂപ ഓരോ മാസവും എന്നെയും നിങ്ങളെയും കൊള്ളയടിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇവിടെ നമ്മുടെ റോഡുകളും കാര്യങ്ങളും നോക്കുക. ഈ പറയുന്ന സാധുക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനില്ല, റേഷൻ കൊടുക്കാനില്ല, മണ്ണെണ്ണ ഒന്നും റേഷനായിട്ടില്ല, ഗ്യാസിൻ്റെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു വരുന്നതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾ അടുത്ത പ്രാവശ്യം സൂക്ഷിക്കുക. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇൻഷുറൻസ് 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് നിങ്ങളിൽ നിന്ന് ഇൻഷുറൻസ് എന്നും പറഞ്ഞ് 1 രൂപ പിരിച്ചാൽ, ഒറ്റ രൂപ പിരിച്ചാൽ മതി 140 കോടി രൂപ. 10 രൂപ പിരിച്ചാലോ 1400 കോടി, 100 രൂപ പിരിച്ചാലോ 14000 കോടി. നിങ്ങളൊന്ന് പൂജിയിട്ട് നോക്കൂ. ഇൻഷുറൻസ് എന്നും പറഞ്ഞ് ഇവിടെ ഈ പിരിക്കുന്ന ധനം എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്ര പേർക്ക് ഇൻഷുറൻസ് ഉണ്ട്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് പിരിച്ചെടുക്കുന്നുണ്ട്, തൊഴിൽ കൊടുക്കുന്നവൻ്റെ നിന്നും തൊഴിലാളിയുടെ കയ്യിൽ നിന്നും. ഇവർക്ക് എന്ത് ചികിത്സയാണ് കിട്ടുന്നത്? എന്നിട്ട് ഈ കാർഡുമായിട്ട് ചെല്ലുമ്പോൾ ആവശ്യമില്ലാത്ത ചികിത്സാ ടെസ്റ്റുകളും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവോ, ഞാനും നിങ്ങൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ ബ്ലാക്ക് റോത്ത് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കമ്പനി, അമേരിക്ക നശിപ്പിച്ച അന്താരാഷ്ട്ര കമ്പനി ബ്ലാക്ക് റോത്ത് ഇന്ത്യയിലെ ആശുപത്രികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ESAയിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ആശുപത്രികളിൽ, പ്രൈവറ്റ് ആശുപത്രികളിലെ ഡോക്ടർമാരിപ്പുണ്ട്. അവിടെ നിന്ന് നേരെ റെഫർ ചെയ്യുകയാണ്. വെറുതെ ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി. നിങ്ങൾ പഠിക്കണം. ഈ അടിമത്ത ചങ്ങലകളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ട്. എൻ്റെ ഭാഷ ഞാൻ പറയും. നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അടിമത്തവും അടിമത്ത ചങ്ങലയുമാണ്. ഞാനും നിങ്ങളും ചങ്ങലകളിലാണ്. ഞങ്ങൾ വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ് 2 അറ്റത്തു നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടിമകളെ മോചിപ്പിക്കുക, അടിമത്തമില്ലായ്മ ചെയ്യുക, അടിമത്തം ഉണ്ടാക്കുന്ന കാരണങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുക. ഇന്നിവിടെ 10 കുടുംബങ്ങൾക്ക് ഞങ്ങൾ വീട് കൊടുക്കുകയാണ്. വീട് കൊടുത്തുകൊണ്ട്, ഞങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ട്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഷബീർ കുറേ പറയുകയുണ്ടായി. ഇത് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ, അവർക്ക് നാം 2 കണ്ണുകൾ കൊടുത്തില്ലേ, നാക്ക് കൊടുത്തില്ലേ, 2 ചുണ്ടുകൾ കൊടുത്തില്ലേ. 5 പഞ്ചേന്ദ്രിയങ്ങളിലെ പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണിനെക്കുറിച്ചാണ് ദൈവം ഈ വചനങ്ങളിൽ കൂടി പറയുന്നത്. കാണുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ ചുണ്ടും നാക്കും കൊടുത്തിരിക്കുന്നു. അടുത്ത വചനം വദൈനാഹുൻ നജ്ദൈൻ, നിങ്ങൾ 2 പാതകൾ നാം കാണിച്ചു തന്നിരിക്കുന്നു. വദൈനാഹുൻ നജ്ദൈൻ ഫലക് തഹമൽ ഹഖബ, എന്നാൽ നിങ്ങൾ അതിലെ കുത്തനെയുള്ള പാത നിങ്ങൾ തിരഞ്ഞെടുത്തില്ല, നിങ്ങൾ ശ്രമിച്ചില്ല, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തില്ല. വമാ അദ്റാകമൽ ഹഖബ, എന്താണ് ഈ കുത്തനെയുള്ള പാത എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഫക്കു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അടിമത്തം ഇപ്പോൾ എവിടെയാണുള്ളത്? അതിനുവേണ്ടിയാണ് ഞാൻ അടിമത്തത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ഇന്ന് ട്രസ്റ്റ് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്, ഞാനും നിങ്ങളും അടിമത്തം പേറി ജീവിക്കുകയാണ്. ഇതിലെ ഏതാനും വളരെ ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ താക്കോൽ ദാനത്തിൽ ചിലർ പറഞ്ഞു, താക്കോൽ ദാനം കൊടുക്കുമ്പം അവരെ സ്റ്റേജിലേക്കൊന്നും വിളിക്കുന്നത് ശരിയില്ല. ഞാൻ ചോദിച്ചു, ഞങ്ങൾ 8 മക്കളാണ്, ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും. ഞങ്ങളുടെ 8 മക്കളിൽ ഒരാൾക്ക് അസുഖം വന്നാൽ ഒരാൾ മനസ്സിലാക്കുന്നു, മറ്റ് 6 പേരോട് പറയണ്ടേ? ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും കുടുംബമാണെന്ന് വിചാരിക്കുക. നമ്മളിലൊരാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ബാക്കിയുള്ളവർ അറിയണ്ടേ? 8 പേര് ഞങ്ങളെ കൊണ്ട് 7 പേരിൽ 7 പേർക്ക് ഒരാളെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും സഹായം ആവശ്യപ്പെടും. അപ്പോൾ മാനവരാശി എന്ന് പറയുന്ന കുടുംബത്തിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണ് നമ്മൾ. കയറിയോ? ഞാനിവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടാം. സംഗീത, 3 മക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഭർത്താവ് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. എൻ്റെ കുടുംബത്തിലും കുടിയന്മാരൊക്കെ ഉണ്ടായിരുന്ന പോലെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവ് കുടിച്ച് മദ്യപിച്ച് ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ച് അവസാനം അവർക്ക് വീടില്ലാതെയായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി ഈ കുഞ്ഞുങ്ങൾ ഇന്ന് മഠത്തിൽ നിൽക്കുകയാണ്. ഈ അമ്മ തൃശ്ശൂർ. നിങ്ങൾ പറയുക, ഈ കുഞ്ഞുങ്ങളും മഠത്തിൽ നിന്ന് വളർന്നാൽ മതിയോ? അതും പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഇന്ന് നേരിടുന്ന പ്രശ്നം നമുക്കറിയാം. സാംസ്കാരിക തകർച്ച നേടിയ ഈ സമൂഹം, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായ ലൈംഗിക അരാജകത്വം നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. ഇവരവരുടെ അമ്മയുടെ കീഴിൽ വളരണം.
അതുകൊണ്ട് ഞാനിവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. സംഗീതയും 3 മക്കളും വയ്ക്കും. എൻ്റെ സ്വന്തം സഹോദരിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മളൊരു കുടുംബമാണ്. അതുപോലെയുള്ള എല്ലാവരുമാണ് ഇവിടെ ഉള്ളത്. ഞാൻ എൻ്റെ വിഷയം നിർത്തുകയാണ്. അടിമത്തവും അതിൽ നിന്നുള്ള മോചനവും, അടിമത്ത ചങ്ങലകൾ നിങ്ങൾ തിരിച്ചറിയണം, അത് പൊട്ടിച്ചെറിയണം. താങ്ക് യു.